വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ബാങ്ക് കവർച്ചയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം വരുന്നത്. തൃശൂരിൽ പട്ടാപ്പകൽ ബാങ്കിൽ കത്തികാട്ടി കവർച്ച. കൗണ്ടറിലെത്തിയ അക്രമി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഗ്ലാസ് തല്ലിത്തകർത്ത ശേഷം പണം കവർന്നു. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് കവർച്ച. അഖിൽ വിശദാംശങ്ങൾ നൽകും. അഖിൽ, പട്ടാപ്പകൽ നഗരമധ്യത്തിലാണ് ഈ അക്രമം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ഈ അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇവിടെ ഉണ്ടായത്? സൈഫുദ്ദീൻ, തീർച്ചയായും ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 2:15 അതായത് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഭക്ഷണം കഴിച്ച് തിരികെ എത്തുന്ന ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഈ അക്രമി ഉള്ളിലേക്ക് കയറി വരുന്നത്. ബാങ്കിനുള്ളിലേക്ക് കയറിയ ശേഷം അവിടെയുള്ള ജീവനക്കാരെയൊക്കെ തന്നെ കത്തി കാട്ടിയപ്പോഴത്തേക്കും ഒപ്പം തന്നെ അവിടെയുള്ള ഈ കൗണ്ടറിന്റെ ഗ്ലാസ് ചില്ല് തകർത്ത് പണം എടുത്ത് കവർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര തുക നഷ്ടമായിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര രൂപയുടെ സംഭവം വിശദമായി പരിശോധിച്ചു വരികയാണ്. കാരണം അവിടെയുള്ള നിലവിലെ പണവും വന്ന പണവും ഒക്കെ തന്നെ ടാലിയാക്കി പരിശോധിക്കണം. അപ്പോഴാണ് ഇതിൽ നിന്നും രാവിലെ ഉണ്ടായിരുന്ന പണത്തിലും വന്ന പണവും ബാക്കി ടാലിയാക്കുമ്പോഴാണ് എത്ര രൂപ നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായൊരു കണക്ക് അവർക്ക് ലഭിക്കുകയുള്ളൂ. എന്നാലും ചെറിയ തോതിൽ പണം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏറെ നേരം പരിഭ്രാന്തി പരത്തിയിരുന്നു ഈ 2:15 കൂടിയാണ്. പക്ഷേ ആ സമയത്ത് അധികം ആരും ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദേശീയപാതയോട് ചേർന്ന് തന്നെയുള്ള ഒരു ശാഖയാണ് ഫെഡറൽ ബാങ്കിന്റെ. ദേശീയപാതയോട് ചേർന്ന് തന്നെയുള്ള ഒരു ശാഖ തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിൽ നിന്നും പണം നഷ്ടമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് അപകടങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കുകളോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. പക്ഷേ ഈ പട്ടാപ്പകൽ ഇത്തരത്തിൽ ഈ ചാലക്കുടി ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗത്ത് ചാലക്കുടി എന്നതിന് കോട്ടയിൽ ഒരു സംഭവം ഉണ്ടായതിന്റെ ഞെട്ടലും അതിന്റെ ഒരു ആശങ്കയും ഒക്കെ ആളുകളെ സംശയം ഉണ്ടായിരിക്കും. പട്ടാപ്പകൽ, അതും ദേശീയപാതയ്ക്കോരത്ത് ഒറ്റ ഒരാൾ മാത്രം കത്തികാട്ടി ഇത്രയും വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കടന്നു കളഞ്ഞിട്ടും ഒന്നും അവിടെ ചെയ്യാൻ പറ്റിയില്ല, അയാളെ തിരിച്ചറിയാനും കഴിഞ്ഞില്ല എന്നാണോ? പോലീസ് ഇപ്പോൾ ഏതു വഴിക്കാണ് അന്വേഷണം നടത്തുന്നത് അഖിൽ? അതായത് സൈഫുദ്ദീൻ, 2:15 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. പോലീസ് ബാങ്കിലെത്തി അവിടെയുള്ള CCTV അടക്കം ശേഖരിച്ചുകൊണ്ടാണ്, ബാങ്കിലെ CCTV ഉണ്ട് അടക്കം ശേഖരിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. സ്വാഭാവികമായും അന്വേഷണത്തിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ അതിന്റെമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകളൊന്നും പോലീസിന്റെ ഭാഗത്തും സ്വാഭാവികമായും പ്രതിയെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും പോലീസ് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തില്ലായിരുന്നു നമുക്ക് സ്വാഭാവികം അനുമാനിക്കാവുന്നതാണ്. എന്തായാലും പോലീസിന് പ്രതിയെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടാകും. കാരണം ബാങ്കിൽ CCTV ഉണ്ട്. ആ CCTV അടക്കം പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് എന്തായാലും മുന്നോട്ട് പോകുന്നത്. ജീവനക്കാർ മാത്രമേ ആ സമയം ബാങ്കിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണോ അറിയാൻ കഴിയുന്നത്? നിലവിൽ അത്തരത്തിലുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഒരു ആസൂത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയാണോ എന്ന സംശയം പോലീസിനോട്. പക്ഷേ അത്തരത്തിലുള്ള സാധ്യത ഒരാൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഈ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി വന്ന് നടത്തിയ ഒരു മോഷണ ശ്രമമായി കരുതുന്നില്ല. എന്തായാലും പോലീസ് ഈ പ്രതിക്ക് പിന്നാലെ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാങ്കിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും ആ സമയത്ത് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ തൊട്ട് പിന്നെ 2:15 കൂടി എന്ന് പറയുമ്പോൾ അത് അത്തരത്തിൽ തന്നെയാണ്. ഉച്ചഭക്ഷണത്തിന് ഈ ജീവനക്കാരൊക്കെ പോയി തിരികെ വരുന്ന ആ ഒരു സമയമാണ് ആ സമയത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മറ്റ് അപകടങ്ങളൊന്നുമില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടാണ്. എന്തായാലും തൃശ്ശൂരിൽ നട്ടുച്ചയ്ക്ക് 2:30 മണിക്കാണ് ബാങ്കിൽ കത്തികാട്ടി കവർച്ച നടത്തിയത്. അക്രമി ആരെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കൗണ്ടറിലെത്തിയ അക്രമി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഗ്ലാസ് തല്ലിത്തകർത്ത ശേഷം പണം കവർന്നു എന്നാണ് ഉയർന്നിരിക്കുന്ന പരാതി. ഇതിൽ എത്ര പണം കവർന്നിട്ടുണ്ട്, എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് നാടിനെ ഞെട്ടിച്ച കവർച്ചയുണ്ടായത്. അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്.